മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ സുപ്രീം കോടതി കയറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുമ്പോൾ സുപ്രീം കോടതിക്ക് വലുത് തെളിവുകളാണ്. ആ തെളിവുകൾ കോടതി ഫയലിൽ സ്വീകരിക്കുമ്പോൾ വലിയ ആശ്വാസത്തിലാണ് രാജ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സ്വതന്ത്ര ബോഡി സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെ ഏതാണ്ട് പൂർണ്ണമായും വരുതിയിലാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ പക്ഷേ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. ഇതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയം നേടിയ 80 മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ തള്ളുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ അതിനെ എതിർക്കുന്ന തെളിവൊന്നും രാഹുൽ ഗാന്ധിക്ക് നൽകുന്നില്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം നേടാനും രാഹുലിന് അവകാശമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പക്ഷേ രാഹുലിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ സുപ്രീം കോടതി അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സുപ്രീം കോടതി കേൾക്കുന്നുണ്ട്. കഴമ്പുള്ള വിമർശനങ്ങൾ കോടതി സ്വയം ഉൾക്കൊള്ളുന്നുണ്ട്. 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെണ്ണണമെന്നും അല്ലാത്ത പക്ഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഈ അവകാശങ്ങൾ ആദ്യമേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്. നേരത്തെ ഉയർന്ന വിവിധ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് 80 മണ്ഡലങ്ങളിലെ ആരോപണം വീണ്ടും രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി മാത്രമാണ് പരാതികളുമായി രംഗത്ത് വന്നതെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാതികളില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനിടയിൽ കരടുകളും അന്തിമ വോട്ടർ പട്ടികയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി പങ്കിട്ടതായും 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം അപ്പീൽ ചെയ്യാൻ കഴിയുന്നതാണെന്നും കമ്മീഷൻ പറഞ്ഞു. 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് ഒരു അപ്പീലും ഫയൽ ചെയ്തിട്ടില്ല. 1951 RP ആക്ടിലെ സെക്ഷൻ 80 പ്രകാരം INC-യുടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളിൽ നിന്ന് ആകെ 8 തെരഞ്ഞെടുപ്പ് ഹർജികൾ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ എന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദി അടക്കമുള്ള തലപ്പക്കമുള്ള നേതാക്കൾ വിയർത്താണ് അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ മോദി പിന്നാക്കം പോകുന്നതും രാജ്യം കണ്ടു. അതുപോലെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മറ്റു നേതാക്കന്മാരുടെ ഭൂരിപക്ഷം ഇടിഞ്ഞിരുന്നു. ശക്തമായ BJP വികാരമാണ് രാജ്യത്തുണ്ടായിരുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ടും 230 സീറ്റുകളിൽ എങ്ങനെ BJPക്ക് ജയിക്കാനായെന്നതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇതോടെയാണ് രാഹുൽ ഗാന്ധി ശക്തമായ അന്വേഷണം ആരംഭിച്ചത്. UP, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.